ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മീഷോ ബേബി ഗേൾ ഡ്രസ് റിവ്യൂ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് മീഷോന്ന് വാങ്ങി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വാവയ്ക്കും ഒരുപാട് ഡ്രസ്സ് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങി അൺബോക്സ് ചെയ്ത് റിവ്യൂ പറയുന്ന വീഡിയോ അല്ല. എല്ലാ ഡ്രസ്സും യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇന്ന് കാണിക്കുന്ന എല്ലാ ഡ്രസ്സും അത്രയും അഫോർഡബിൾ റേഞ്ചിലുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഓരോന്നായിട്ട് കാണാം. വാവ ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ ഈ സൈഡിലെ പിക്ക് ഞാൻ ഈ സൈഡിലും ആഡ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം അതിൻ്റെ പ്രൈസും നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രസ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് ഈ ഒരു ബ്ലാക്ക് കളറിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. ഇത് ഒരുപാട് പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതിന് നമുക്ക് നെക്കിലും അതുപോലെ സ്ലീവിലും ആയിട്ട് ഇതുപോലെ ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ പോയിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇട്ടിട്ട് കാണാനായിട്ട്. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം ഇതൊരു കുത്തുന്ന ടൈപ്പ് ഒരു നെറ്റല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സാറ്റിൻ ആണ് ഇതിന് ലൈനിങ് പോയേക്കുന്നത്. ഇതിന് വലിയ ഇറിറ്റേഷൻസ് ഒന്നുമില്ല. വാവയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. അതുപോലെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മീഷോ പർച്ചേസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഡ്രസ്സാണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് നല്ല യെല്ലോ കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ ആ ഡ്രസ്സ്. ഭയങ്കര ഭംഗിയാണ് ഗൈസ് കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് പോയിട്ടുള്ളത്. ബാക്കിലായിട്ട് നമുക്കൊരു ടൈയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈയൊക്കെ പോയിട്ടുണ്ട്. സിബ് വരുന്നുണ്ട് ബാക്കിൽ. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു യെല്ലോ കളർ ഡ്രസ്സാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ഡ്രസ്സിന് നമുക്ക് പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും പോയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് മാത്രമേ, യെല്ലോയും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ടിട്ട്. ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇതും നമുക്ക് ആ ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെ വാങ്ങാൻ പറ്റുന്നതാണ്. ഞാൻ പ്രൈസ് എല്ലാം സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡ്രസ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഈ ഒരു ഡംഗ്രി സെറ്റാണ്. കണ്ടോ, ഈ ഒരു ടോപ്പ് വിത്ത് വൈറ്റ് ടീഷർട്ട്. ഈ ടീഷർട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടുന്നത് പോലെ തന്നെ ജീൻ്റെ കൂടെയോ ബ്ലാക്ക് ട്രൗസറിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഏകദേശം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ്. ഇത് രണ്ടും ഒരുമിച്ച് മാച്ച് ചെയ്യുന്നത് കുറവാണ് കേട്ടോ. ഈ ഒരു ഡംഗ്രിയുടെ കൂടെ ഞാൻ പ്രിഫർ ചെയ്യുക ഒരു ബ്ലാക്ക് ടീഷർട്ടാണ്. അതായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇത് ഭയങ്കര നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഭയങ്കര വൃത്തിയായിട്ടുള്ള സംഭവമാണ്. കാരണം ഇതൊരു തിന്നായിട്ടുള്ള ഒരു ക്ലോത്ത് അല്ല, അത്യാവശ്യം നല്ല കട്ടിയിൽ വരുന്ന ഒരു ക്ലോത്താണ്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 6 months ആവും. ഇപ്പോഴും അതിൻ്റെ ഒരു പുതുമ പോയിട്ടില്ല കേട്ടോ. നോക്കിയേ, കണ്ടോ, ലൈനിങ് ഒക്കെ പോയിട്ടുണ്ട് ഈ കട്ടിയുള്ള ക്ലോത്തിന് തന്നെ. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ ആ ബട്ടൺസ് ഒക്കെ കണ്ടോ നിങ്ങൾ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന സെയിം ആണ് കേട്ടോ റിസീവ് ആയിട്ടുള്ളത്. പിന്നെ ടീഷർട്ട് ഒരു നോർമൽ ടീഷർട്ട്, വലിയ ഇറക്കമൊന്നുമില്ല, ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്ക് കുറച്ച് ഹൈ ആയിട്ടുള്ള നെക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സാണ് അടുത്തത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാണ്. വാവയുടെ ചോറൂണിന് ഈ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് വാവ. ആൻഡ് ആൾസോ ഈ വൈറ്റ് ടീഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു ഡ്രസ്സാണല്ലോ. നമുക്കത് എന്തിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്യാം. സോ ഇത് ഞാൻ ബ്ലാക്ക് പാൻസിൻ്റെ കൂടെ പിന്നെ ജീൻസിൻ്റെ കൂടെയൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. കാരണം അത്രയും ക്വാളിറ്റിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്ക് പർപ്പിൾ തീമിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് അല്ലേ ഗൈസ്? ബ്ലാക്കിൻ്റെ കൂടെ പർപ്പിൾ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കൈയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. സിബ് പോയിട്ടുണ്ട് പുറകിലായിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്. ഇതിൻ്റെ താഴെ നമുക്ക് ഒരു
ബോ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഒരു കട്ട് പോലെയൊക്കെയാണ് വരുന്നത്, കണ്ടോ? യാ, അടിപൊളി. എന്തോ മ്യാവ് എന്ന് എഴുതിയിട്ടുണ്ട്. ലവ് മീ റൈറ്റ് മ്യാവ് എന്നാണ് എഴുതിയിട്ടുള്ളത്. റൈറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് നെഞ്ചിന്റെ ഭാഗത്തായിട്ട്. ഇത് ഒരു വാക്ക് എൻ്റെ ഒരു സിസ്റ്റർ വാങ്ങിച്ചു കൊടുത്തതാണ്. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെയും ക്ലോത്ത് ഒന്നും നമ്മൾ എത്ര വാഷ് ചെയ്താലും ഇല്ലാണ്ടാവത്തുമില്ല. യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇതിനൊന്നും പറ്റത്തില്ല ഗൈസ്. അങ്ങനത്തെ ക്ലോത്ത് ആണ്, കണ്ടോ? വലിയ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ടൈപ്പ് ഓഫ് ക്ലോത്ത് അല്ല ഇത്. അടിപൊളിയാണ്. ഇത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ റുവാക്ക് ഇട്ട് കൊടുത്ത് തുടങ്ങിയത്. കാരണം ഇത് കുറച്ച് ലെങ്ത് ആണല്ലോ. അവയ്ക്ക് ഇപ്പോഴാണ് ഇത് പാകമായി തുടങ്ങിയത്. അവൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് കാണാം. നെക്സ്റ്റ് വൺ ഒരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ് കേട്ടോ. അടിപൊളി ഒരു വൈറ്റ് വിത്ത് പേർപ്പിൾ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിപ്പോ എന്താ പറയാ, ഇതിന്റെ നെറ്റ് കുറച്ച് ഫ്രിസി ആയിട്ടുള്ള നെറ്റാണ്. പക്ഷെ ഉള്ളിലുള്ള ലൈനിങ് ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് ഇപ്പോൾ പോയിട്ടുള്ളത്. പുറമേയുള്ള നെറ്റ് ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് കുറച്ച് ഫ്രിസി ആയിട്ട് ഇങ്ങനെ കണ്ടോ പൊങ്ങി നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരു നെറ്റാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതും റുവാക്ക് എൻ്റെ ഒരു ആൻറ്റി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിന്റെ പുറകിലും ഒരു കണ്ടോ സിബൊക്കെ പോയിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഭംഗിയാണ്. മക്കൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചേരും. അപ്പൊ ഇതും റുവ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുപോലത്തെ ഡ്രസ്സൊന്നും അധികം പ്രിഫർ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ നെറ്റൊക്കെ അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം ഇട്ട് കൊടുക്കാറില്ല. ബട്ട് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ആ സമയത്ത് ഇട്ട് കൊടുക്കുന്നു, ഊരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡ്രസ്സൊക്കെ നൈസാണ്. ഇനി നമുക്ക് അടുത്തത് കാണാം. അപ്പൊ നെക്സ്റ്റ് വണ്ണും ഒരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. കണ്ടോ, ഒരു ഗ്രീൻ കളർ ഫ്രോക്കാണ് ഇത്. എൻ്റെ ഒരു ഫ്രണ്ട് വാവ ജനിച്ച സമയത്ത് അവള് കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നീട് ഞാൻ മീഷോ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടു സൈറ്റിൽ ഈ ഒരു ഫ്രോക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അധികം ഫ്രിസി ആയിട്ടുള്ള നെറ്റല്ല, ഓൾമോസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആണ്. ആദ്യം കാണിച്ച ബ്ലാക്കിന്റെ അത്ര സോഫ്റ്റ് അല്ലെങ്കിലും അത്ര ഇറിറ്റേഷൻ തോന്നിക്കുന്ന കൈൻഡ് ഓഫ് ഒരു നെറ്റ് അല്ല. അപ്പോ ഇതിന് ഉള്ളിലൊരു സാറ്റിൻ പോയിട്ടുണ്ട്. പിന്നെ എന്തായത് കോട്ടന്റെ ഒരു ലെയർ പോയിട്ടുണ്ട്. ഇത്രയും ലെയേഴ്സ് ഉള്ള നല്ല അടിപൊളി ഡ്രസ്സാണ്. ഉള്ളിൽ നമുക്ക് ലൈനിങ് വരുന്നുണ്ട്, ബാക്കിൽ സിബ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോ ഡീറ്റെയിലിംഗ് ആണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഈ കളർ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിലായിട്ട് ഇതും പോയിട്ടുണ്ട്, കെട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡ്രസ്സും റുവാക്കിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതും ഞാൻ ഇതിന് മുന്നേ കാണിച്ച ഡ്രസ്സും ഓപ്ഷൻസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. കാരണം ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതൊന്നും ഇട്ട് കൊടുത്താൽ ഇടില്ല. നമ്മൾ ഇടാറില്ലല്ലോ ഇതുപോലെ കുത്തുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു യെല്ലോ, പിന്നെ ബ്ലാക്ക്, ആ ഡങ്കി സെറ്റ്, അതൊക്കെ ഒരു ഇറിറ്റേഷൻ തോന്നത്തില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. സോ അതൊക്കെ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് വാങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അഫോർഡബിൾ ആണ്. സോ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇതും ആ ഒരു പർപ്പിൾ വൈറ്റ് കോമ്പോയിൽ വരുന്ന ഡ്രസ്സും നിങ്ങൾക്ക് ഫോട്ടോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അറിയാലോ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് നെറ്റൊന്നും ഇപ്പം മക്കൾക്ക് ഇട്ട് കൊടുക്കാറില്ല. നമുക്ക് കോട്ടൺ, ക്രേപ്പ് മെറ്റീരിയൽ, ബനിയൻ ക്ലോത്ത്, അതൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ പറയാൻ പോലും അറിയത്തില്ല. സോ നമ്മൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു കോംബോ സെറ്റ് ആണ്. ഒരു റെഡ് ആൻഡ് വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ. ഇതിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരെണ്ണത്തിന് അറൗണ്ട് 90 രൂപ അത്രേ വരുന്നുള്ളൂ ഗൈസ്. പക്ഷെ നല്ല അടിപൊളി ഫ്രോക്കാണ് ഗൈസ്. നോക്കിയേ, കണ്ടോ, സൂപ്പർ ഫ്രോക്കാണ്. ഇതിന്റെ ക്ലോത്ത് ആയാലും നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ. സീത്രൂ അല്ല, അത്യാവശ്യം കട്ടിയുണ്ട് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇറിറ്റേഷൻ വരുന്ന ഒരു ക്ലോത്തേ അല്ല. കോട്ടൺ പോലെ തോന്നിക്കുന്ന ഒരു ക്ലോത്ത് ആണ്. എന്താ പറയാ,
മൊത്തത്തിൽ അടിപൊളിയാണ്. കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ സൂപ്പർബായിരിക്കും. കയ്യിലൊരു കെട്ടിന്റെ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്, നോഫ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് കയ്യിലുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ചൂടെടുക്കാം, ചിലപ്പോൾ അവർക്ക് അതിന് ഇറിറ്റേഷൻ ആയിട്ട് തോന്നാം. ഇത് അങ്ങനത്തെ പ്രശ്നവുമില്ല. പിന്നെ ബാക്കിൽ വരുന്നത് എലാസ്റ്റിക് ആണ് കേട്ടോ. ബാക്കിലൊരു എലാസ്റ്റിക് പോകുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. വേറെ കെട്ടോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. നമുക്ക് നെഞ്ചിന്റെ ഭാഗത്തൊരു ബോ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സെയിം ആണ് വൈറ്റും റെഡും. ഈ രണ്ട് ഡ്രസ്സും അവൾ ഉപയോഗിക്കാവുന്നതിന്റെ അത്ര ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് കുറച്ച് ഇല്ലാണ്ടായിട്ടുണ്ട്. അത്ര യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഗൈസ്. പിന്നെ റെഡ് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, അടിപൊളിയാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, അവർക്ക് ഇറിറ്റേഷനും ഇല്ല. സോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. അടിപൊളിയാണ്, ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന്. സോ നമുക്ക് അടുത്തത് കാണാം. ഇത് ഫൈനൽ ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഡ്രസ്സല്ല, റോംബർ സെറ്റാണ്. 3 റോംബേഴ്സ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു റെയിൻബോ പോലെ വരുന്ന ഒരെണ്ണമുണ്ട്, പിന്നെ ഒരു ഫുള്ളി റെഡ് കളർ വരുന്നതുണ്ട്, പിന്നെ ഒരു കൺസ്ട്രക്ഷൻ തീമിൽ വരുന്ന ഒരു റോംബർ ഉണ്ട്. ഈ ഒരു 3 റോംബറിന്റെ സെറ്റാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം ആണ്. ക്ലോത്ത് അടിപൊളി ക്ലോത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ എല്ലാത്തിലും ഇതേപോലത്തെ ബട്ടൺ ആണ് പോയിട്ടുള്ളത് കേട്ടോ നമുക്ക്. പിന്നെ എന്താ പറയാ, ഫുൾ സ്ലീവ് ആണ്, നമ്മുടെ ഫൂട്ടും കൂടെ കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോംബേഴ്സ് ആണ്. ഇല്ല, അടിപൊളി റോംബേഴ്സ് ആണ് ഇത് 3 എണ്ണവും. കാരണം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ്, അതുകൊണ്ട് കുട്ടികൾക്ക് ഇറുകുന്ന പ്രശ്നമില്ല. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 9 to 12 months ആണ്. അവർക്ക് ഇപ്പൊ ഇത് പാകല്ല, ഇറുകും. ഇടുന്ന സമയത്ത് അവൾ അത്യാവശ്യം നല്ലപോലെ ഇട്ട് യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. കണ്ടോ, 3 എണ്ണം. ഈ 3 എണ്ണത്തിന്റെ സെറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് കളർ ഷെയ്ഡ് ഉണ്ട്, ബ്ലൂ, പിങ്ക്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ് ഉണ്ട്. ഞാൻ ഒരു റെഡ് വൈറ്റ് തീമാണ് കേട്ടോ ചൂസ് ചെയ്തത്. അതാണ് ഈ ഒരു സെറ്റ്. അപ്പൊ ഇതിനും അധികം പ്രൈസ് ഒന്നും ആവുന്നില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു റോംബർ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 500 രൂപ, 450, 500 രൂപ എങ്ങനെ പോയാലും ഒരു റോംബറിനാവും. അതേ ക്വാളിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇതിന് അത്രയും ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് വട്ടം വാഷ് ചെയ്തിട്ടുണ്ട്, കളർ പോയിട്ടില്ല, ഒട്ടും ഫെയ്ഡ് ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ബട്ടൺ പോലും ഇതുവരെയും ഇല്ലാണ്ടായിട്ടില്ല. മൊത്തത്തിൽ നല്ല അടിപൊളി ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് ഞാൻ എൻ്റെ റുവ ബേബിക്ക് മീഷോന്ന് വാങ്ങി ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഡ്രസ്സും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന്. ആ 2 ഫ്രോക്ക്, ആ നെറ്റിൻ്റെ 2 ഫ്രോക്ക് മാത്രം അതിൻ്റെ നെറ്റിൻ്റെ ക്വാളിറ്റി അത്രയും സോഫ്റ്റ് അല്ല, അത് ഒരു മീഡിയം, അതേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ ഡ്രസ്സും, റോംബർ ആയിക്കോട്ടെ, ആ ഒരു കോംബോയിൽ പറഞ്ഞ ഫ്രോക്കില്ലേ, അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിന് എത്ര വട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ആ ഡ്രസ്സും പിന്നെ ബാക്കിയെല്ലാം, ആ യെല്ലോ ഫ്രോക്ക്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രോക്കുകളാണ് കേട്ടോ. അതൊക്കെ നല്ല ഇട്ട് കൊടുക്കാൻ നല്ല സുഖമാണ്. ആ ക്ലോത്തും ഭയങ്കര രസമാണ്, നമുക്ക് വീണ്ടും വീണ്ടും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ എല്ലാ ഡ്രസ്സും നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഞാൻ വാങ്ങി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.